നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. കടയ്ക്കൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ വെച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇഫ്താർ സംഗമം മതസൗഹാർദ്ദ സംഗമമായിരുന്നു. 10 വർഷമായി ഇഫ്താർ സംഗമം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇവിടെ നടത്തിവരുന്നു. കടയ്ക്കൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വ്യാപാര ഭവനിൽ വെച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വളരെ മത സൗഹാർദ്ദം വിളിച്ചോതുന്ന തരത്തിൽ നാനാജാതി മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഇഫ്താർ സംഗമം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയോട് നടത്തുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ചടയമംഗലം കൊല്ലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് ശ്രീ മനോജ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. മനോജ്, നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് എത്ര വർഷമായിട്ട് ഈ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ എല്ലാ വർഷവും മുടങ്ങാതെ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ മാത്രം 1 വർഷം നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞില്ല. ബാക്കിയുള്ള എല്ലാ വർഷവും തുടർച്ചയായിട്ട് നമ്മുടെ ഈ കുടുംബ സംഗമം, അതുപോലെ തന്നെ ഈ ഇഫ്താർ സംഗമം തുടങ്ങിയ പരിപാടികൾ വളരെ കാര്യക്ഷമമായി ഇവിടുത്തെ മുഴുവൻ വ്യാപാരികളുടെയും വളരെ ശക്തമായ ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ ഇഫ്താർ സംഗമത്തിന്റെ പ്രത്യേകത ഉണ്ടോ എന്നറിയാമോ? നാനാജാതി മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ടാണ്. നമ്മുടെ പള്ളിയിലെ അച്ഛൻ വന്നിരുന്നു, നമ്മുടെ ഒരു ഇമാം വന്നിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ തോട്ടം പുരേന്ദ്രനാഥ് സാർ വന്നിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മാതൃകാപരമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സവിശേഷത എന്താണ്? ആ വ്യാപാരി വ്യവസായ കൂട്ടായ്മയുടെ ഒരു സവിശേഷത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറഞ്ഞ സംഘടന തന്നെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന പല മതസ്ഥരായിട്ടുള്ള പല സാമൂഹ്യ ഘടകങ്ങളിൽ ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കാരുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആഘോഷങ്ങളിലും എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും നമ്മുടെ അംഗങ്ങളുടെയും ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉത്കൃഷ്ടമായ നിലയിലുള്ള ഒരു മതസൗഹാർദ്ദ സമ്മേളനമായിട്ട് ഇഫ്താർ സംഗമത്തെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും വർഷങ്ങളിലും ഇതുപോലുള്ള കാര്യം നമ്മുടെ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. നാനാജാതി മതസ്ഥർ വസിക്കുന്ന ഈ നാട് എല്ലാ മതങ്ങളും സൗഹാർദ്ദമായി കഴിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള നല്ല വ്യക്തിത്വങ്ങൾക്ക് ഞങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വരും വർഷങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ. ജഗദീശ്വരൻ അതിനുള്ള എല്ലാം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓക്കെ, നമ്മുടെ ഈ വ്യാപാരികൾ നമുക്ക് അതിനുള്ള ഒരു മികച്ച പിന്തുണയാണ് എല്ലാ വർഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വർഷവും നമ്മൾ കണ്ടില്ലേ, നമുക്ക് വളരെ നല്ലൊരു പങ്കാളിത്തമാണ് അവിടെ ലഭിച്ചത്. വളരെ നല്ല ഒരു പ്രൗഢമായ ഒരു സദസ്സിനെ നമുക്ക് ലഭിച്ചു. തീർച്ചയായും നിങ്ങളുടെയും സഹകരണം അക്കാര്യത്തിൽ ഉണ്ടായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും നന്മയും നേർന്നുകൊണ്ട് കടയ്ക്കൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇഫ്താർ സംഗമം നടക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നമ്മുടെ തൃക്കണ്ണാപുരം ചർച്ചിലെ അച്ഛൻ്റെ പേര്
മേരി ക്ലാരറ്റ്. അതെ, ആന്റണി മേരി ക്ലാർക്ക് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. കാര്യം ഈ പ്രദേശത്ത് എന്തൊരു പരിപാടി നടന്നാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം, ഞാൻ ഒരുപാട് പരിപാടികൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ അച്ഛൻ നമ്മുടെ നാട് എന്ന് പറയുന്നത് വിവിധ ജാതി മത വർണ്ണങ്ങളുള്ള ഒരു നാടാണ്. വിവിധ തരത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന നാടാണ്. അപ്പം നമുക്ക് എല്ലാവരും വിവിധ മതം ചിന്തിക്കുന്നവരുണ്ട്, വിവിധ രാഷ്ട്രീയം ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ്. അതിൽ ക്രിസ്ത്യാനി ഇല്ല, മുസ്ലിം ഇല്ല, ഹിന്ദു ഇല്ല, പാഴ്സി ഇല്ല, മറ്റ് പഞ്ചാബി ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അച്ഛന് ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുള്ള ആ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാമോ? യഥാർത്ഥത്തിൽ ഇത് നല്ലൊരു തിരിച്ചറിവ് തരുന്നുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് സംഘടനകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഏകോദര സഹോദരങ്ങൾ നിലയിൽ എല്ലാവരും ഒന്നു ചേർന്ന് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രാർത്ഥനകളും അതിൻ്റെ യോഗങ്ങളും അതിൻ്റെ മീറ്റിങ്ങുകളും അതിൻ്റെ അവസാനമായിട്ടുള്ള സ്നേഹവിരുന്നുമൊക്കെ ഒരുപാട് സാഹോദര്യത്തെ ഊട്ടുറപ്പിക്കുന്ന ഒരു അവസരമാക്കി ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നെങ്കിലും എല്ലാവരുടെയും സഹകരണവും സന്തോഷമൊക്കെ ഒരുപാട് ഊർജം പകർന്നു നൽകുന്നു. അത് മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്. അതാണ് ഇന്ന് എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. മനുഷ്യത്വത്തെ നമുക്ക് കാണുവാൻ സാധിച്ചു. എന്തായാലും വളരെ സന്തോഷം വെച്ചു. കാര്യം നമുക്ക് ഇനിയും പല കാര്യങ്ങളൊക്കെ കാണേണ്ടതായിട്ടുണ്ട്. നമസ്കാരം, വളരെ നന്ദി. നമസ്കാരം. ഞങ്ങൾ വ്യാപാര ഭവനിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ഭക്തി നിർഭരമായി ഇഫ്താർ സംഗമം ഇവിടെ സംഘടിപ്പിച്ചു. ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു ഐക്കൺ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ചടങ്ങുകളാണ്. അവരത് ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. അതിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ പേര് സനൽകുമാർ, അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. ശ്രീ സനൽകുമാർ, ഞങ്ങള് ഈ വ്യാപാരി വ്യവസായികളുടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പൊ ഇത്രയും മാതൃകാപരമായി പല പരിപാടികൾ, ഒരു പ്രോഗ്രാം അല്ല, ഈ സാധാരണക്കാരെ നിലയിലെത്തിക്കുന്നതിന്, സാധാരണക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ നിങ്ങൾ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഫ്താർ സംഗമം കഴിഞ്ഞ സെക്രട്ടറി പറഞ്ഞു 10 വർഷമായിട്ട് നടത്തുന്നു. പക്ഷേ ഇതിന്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾക്കുള്ള ഇപ്പം ഒരു പുതിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വ്യാപാരി കൂട്ടായ്മ, ഒരു വ്യക്തി, വ്യാപാരം ചെയ്യുന്ന ഒരു ആള്, സമിതിയിലുള്ള ഒരാൾ മരിച്ചാൽ അവർക്കൊരു 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം ചെയ്യുന്ന പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പ്രചോദനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജാതിമത ഭേദം തന്നെയാണ് നമ്മൾ വ്യാപാരം നടത്തുന്നത്. കടയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം കടയ്ക്കലിൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമയോടെ സംഘടിക്കും, എല്ലാവരും ഒത്തൊരുമയോടെ സഹകരിക്കും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾ ഈ ഇഫ്താർ സംഗമം നടത്തുമ്പോഴൊക്കെ തന്നെ ഈ വർഷവും നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ആൾക്കാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു പ്രചോദനമാണ്. അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാം കടയ്ക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് അതിനും നമ്മുടെ വ്യാപാരി സമൂഹം വളരെ അകമഴിഞ്ഞ സഹകരണമാണ് നടത്തുന്നത്. അപ്പോൾ ആ പരിപാടിയും വളരെ വിജയപ്രദമായി നമ്മുടെ ഈ വ്യാപാര സമൂഹം തന്നെയാണ് നടത്തിയത്. അതിനുവേണ്ടി അപ്പോൾ വ്യാപാരികളുടെ ഒരു പ്രചോദനം തന്നെയാണ് നമുക്ക് എന്തായാലും വരും കാലങ്ങളിലും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഹകരിച്ചതിന് വളരെ നന്ദി. നമസ്കാരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാദിഖ് അവറുകൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് കടയ്ക്കലെത്തിയതാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം ഓയൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അപ്പോൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ, കാര്യം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു ഇതാണ് നമുക്കുള്ളത്. കാര്യം നമ്മൾ ഈ രാജ്യത്ത് വിവിധ ജാതി മതസ്ഥര് താമസിക്കുന്ന നമ്മുടെ രാജ്യത്ത് എല്ലാവരെയും ഒരു നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് സൗഹാർദ്ദപരമായി ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലാണ് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ റംസാൻ പോലുള്ള, ഇതുപോലെ നോമ്പ് തുറ പോലുള്ള പരിപാടികൾ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്താണ് സാറിന്റെ വാക്കുകളിൽ എന്താണ്? അതായത് ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രത്യേകിച്ച് വിശേഷ കൊല്ലം ജില്ലയിൽ ഏതാണ്ട് 190ഓളം യൂണിറ്റുകളുണ്ട്.
അപ്പോൾ അത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ദേവനായൻ സാറാണ് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാരവാഹികളാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല യൂണിറ്റുകളിലും ഏതാണ്ട് പകുതിയോളം യൂണിറ്റുകൾ ഈ ഇത്തരത്തിലുള്ള ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. നല്ല ഓണപരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഏകോപനം എന്ന് പറഞ്ഞാൽ ഒരുമിക്കൽ എന്നാണ്, ഒരുമിപ്പിക്കൽ. അപ്പോൾ ഞങ്ങളുടെ വ്യാപാരം ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല പൊതുസമൂഹത്തിനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ സർവീസ് ചെയ്തത്. നമ്മുടെ സർവീസ് ടു ദ സൊസൈറ്റി ആൻഡ് നേഷൻ എന്നാണ് ഇതിൻ്റെ തത്വം, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഇതിൽ തന്നെ എല്ലാ നാനാവിധ ജാതിക്കാരും ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ ഒരു അച്ഛനെ പങ്കെടുപ്പിച്ച്, ഒരു മുസ്ലിയാരെ പങ്കെടുപ്പിച്ച്, ഞങ്ങളുടെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് തോട്ടം ഭുവനേന്ദ്രൻ, അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ പറ്റും. വളരെ വലിയൊരു പ്രഭാഷകനാണ്. ഇവർക്കൊന്നും സംസാരിക്കാൻ സമയം കിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഇവിടെ വന്നിരുന്നവർക്കൊക്കെ അത് വലിയൊരു പ്രചോദനമാണ്. തീർച്ചയായും വലിയൊരു പ്രചോദനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഗമങ്ങൾ ഇനിയും വരും കാലങ്ങളിലും വരും വർഷങ്ങളിലും യൂണിറ്റ് തലങ്ങളിൽ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും സാർ വളരെ സന്തോഷം. ഇത്രയും നമ്മുടെ ഈ ഇത്ര ചെറിയ വാക്കിലാണെങ്കിലും സാറിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം. ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിയട്ടെ എന്ന് ജഗദീശ്വരന്റെ പേരിൽ ആശംസിച്ചുകൊണ്ട് സാറിന് വളരെ നന്ദി.